കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന നിർദ്ദേശങ്ങൾ മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരും വനം വകുപ്പും. വനം വകുപ്പ് അവകാശം ഉന്നയിച്ച സ്ഥലങ്ങളിൽ കൈവശക്കാരൻ സർക്കാർ രേഖകൾ ഹാജരാക്കിയാൽ ഈ ഭൂമി തരം മാറ്റി നൽകാനാകും. ഇത് മറച്ചുവെച്ചാണ് വകുപ്പ് നടപടി സ്വീകരിച്ചു വരുന്നത്. ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന നിയമ ഭേദഗതിയിലാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. 2023 കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം 1996 ഡിസംബർ 12 അതിന് പിന്നിലോ ഒരു വ്യക്തി വനേതര പ്രദേശത്ത് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഏതെങ്കിലും വകുപ്പുകളിൽ രേഖകൾ പ്രകാരം അത് തെളിയിക്കാൻ സാധിച്ചാൽ ഈ ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിലായിരിക്കില്ല എന്ന പ്രധാന ആനുകൂല്യമാണ് ജനങ്ങൾക്ക് ലഭിക്കുക. വനഭൂമി എന്ന് വനം വകുപ്പ് അവകാശപ്പെടുന്ന ഭൂമിയിലോ റവന്യൂ ഭൂമിയിലെ വനം വകുപ്പ് അവകാശവാദ ഭൂമിയിലോ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടെങ്കിൽ അത് സാധൂകരിക്കപ്പെടും. ഇത്തരത്തിലുള്ള ഭൂമികൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് കേരളത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുകയും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ചെയർമാനായും ലാൻഡ് റവന്യൂ കമ്മീഷണർ കോ ചെയർമാനായും 6 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. സെപ്റ്റംബറിലാണ് സമിതിയുടെ കാലാവധി കഴിയുക. ഒക്ടോബർ 14 സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. എന്നാൽ കർഷകരോ വ്യാപാരികളോ ഇതുവരെയും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. ഇതിനാൽ തന്നെ ഇവർ രേഖകൾ നൽകാനാവാതെ നിലവിലുള്ള ഭൂമിയിൽ നിന്നും പുറത്താകേണ്ടി വരും. 1996 ഡിസംബർ 12 അതിന് പിന്നിലോ ഉള്ള ഏതെങ്കിലും ഒരു ദിവസം ഒരു വനഭൂമിയിൽ ഒരാൾ വനേതര പ്രവർത്തനങ്ങൾ, അതായത് കൃഷിയാകാം, കച്ചവടമാകാം, കന്നുകാലി വളർത്തലാകാം, കോഴി വളർത്തലാകാം, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിരുന്നതായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ രേഖകൾ അനുസരിച്ച് തെളിയുന്നുണ്ടെങ്കിൽ ആ ഭൂമി വനസംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിലായിരിക്കുകയില്ല. അതങ്ങനെ തന്നെ വനേതര ഭൂമിയായി തുടരും എന്നുള്ളതാണ് ഈ നിയമത്തിലെ കാതലായ ഒരു വശം, അല്ലെങ്കിൽ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വശം. ഇനി 3 മാസം മാത്രം അവശേഷിക്കെ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി 14 ജില്ലകളിലും PRD മുഖേന ഈ അറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും പതിറ്റാണ്ടുകളായി സംശയനിഴലിൽ താമസിച്ചു വരുന്ന ആളുകൾക്ക് ആശ്വാസകരമാവുന്ന നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, ഇടുക്കി.